സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം നീലാകാശം. നമസ്കാരം, ചിത്രകൂടത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ഇത് എത്രാമത്തെ തവണയാണ് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് എന്ന്. ചിലർക്കത് 100ാമത്തെ ചിത്രമായിരിക്കും, ചിലർക്ക് ആദ്യത്തേത്. പക്ഷേ ചില ആദ്യ ചിത്രങ്ങളുണ്ട്, അവ വെറും തുടക്കങ്ങളല്ല, ഒരു വാതിൽ തുറക്കലാണ്. ആ വാതിലിലൂടെ പിന്നീട് കടന്നു വന്നത് ഒരു കാലഘട്ടം മുഴുവനുമാണ്. നമസ്കാരം, ചിത്രകൂടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1975 ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചാണ്, ഉത്സവം. 1975 നവംബർ 21 ഉത്സവം റിലീസ് ചെയ്തത്. പേര് കേൾക്കുമ്പോൾ ഒരു അമ്പലപ്പറമ്പും ആനയും ചെണ്ടമേളവുമൊക്കെയാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അതല്ല ഈ സിനിമ. ഇത് ദാഹിക്കുന്ന ഒരു നാടിൻ്റെ കഥയാണ്, വെള്ളത്തിനായി കാത്തിരിക്കുന്ന ഒരു തുരുത്തിൻ്റെ കഥ. ആ കാത്തിരിപ്പിനിടയിൽ പൂക്കുകയും കരിയുകയും ചെയ്യുന്ന ചില മനുഷ്യബന്ധങ്ങളുടെ കഥ. പക്ഷേ ഈ സിനിമയെ മലയാള സിനിമാ ചരിത്രം ഓർത്തുവെക്കുന്നത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ്. ഇത് ഒരാളുടെ തുടക്കമായിരുന്നു. IV ശശി എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രം. പിന്നീട് അവളുടെ രാവുകളും, അങ്ങാടിയും, ഈ നാടും, ആൾക്കൂട്ടത്തിൽ തനിയെയും, 1921 ദേവാസുരവുമൊക്കെ സൃഷ്ടിച്ച മലയാളി പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് ഉത്സവത്തിനെന്ന പോലെ ഒഴുക്കിക്കൊണ്ടുവന്ന ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, ഈ സിനിമയിൽ നിന്ന്. അപ്പോൾ വരൂ 50 വർഷം പിന്നിലേക്ക്, 1975 കേരളത്തിലേക്ക്. പ്രകൃതി കേരളത്തിന് കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് കായലുകൾ, പുഴകൾ. കായലുകളിൽ അതിമനോഹരമായ അനേകം മരതകത്തുരുത്തുകൾ കാണാം. 2 ചങ്ങാതിമാരുടെ കഥയാണ് ഈ സിനിമ. ഉത്സവം എന്ന സിനിമയുടെ കഥ പറയും മുമ്പ് ആ സിനിമ ഉണ്ടായതിൻ്റെ കഥ പറയണം. കാരണം അതും ഒരു നല്ല കഥയാണ്. ആലപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഷെരീഫ്. നമ്മൾ പിന്നീട് ആലപ്പി ഷെരീഫ് എന്ന പേരിലറിഞ്ഞ എഴുത്തുകാരൻ. 8ാം ക്ലാസ്സിൽ പഠനം നിന്നു, പക്ഷേ വായന നിന്നില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കഥകൾ എഴുതി തുടങ്ങിയ ആളാണ്. ആ കഥകൾ പതിയെ വാരികകളിൽ അച്ചടിച്ചു വരാൻ തുടങ്ങി. ഇനി രസകരമായ ഭാഗം, ആ കഥകൾക്കൊപ്പം വാരികകളിൽ വരച്ചു ചേർത്ത ചിത്രങ്ങൾ. അത് വരച്ചിരുന്നത് കോഴിക്കോട്ടുകാരനായ മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു. പേര് ശശി. ഇരിപ്പം വീട്ടിൽ ശശിധരൻ. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് ചിത്രകലയിൽ ഡിപ്ലോമ നേടിയ ഒരു ചിത്രകാരൻ. ഒരാൾ എഴുതുന്നു, മറ്റൊരാൾ അതിന് വരയ്ക്കുന്നു. പക്ഷേ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. വർഷങ്ങളോളം അങ്ങനെ പോയി. ഒടുവിൽ അവർ നേരിൽ കാണുന്നത് മദ്രാസിൽ വെച്ചാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ 2 സർഗാത്മക മനസ്സുകൾ തമ്മിലുള്ള ഒരു കാന്തിക ആകർഷണം അനുഭവപ്പെട്ടു എന്നാണ് ഷെരീഫ് പിൻകാലത്ത് ഓർത്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഷെരീഫ് 2 സിനിമകൾക്ക് തിരക്കഥ എഴുതി കഴിഞ്ഞിരുന്നു. ശശിയാകട്ടെ 1968 കളിയല്ല കല്യാണം എന്ന ചിത്രത്തിൽ കലാസംവിധായകനായി തുടങ്ങി. സിനിമയുടെ അണിയറയിൽ പേരെടുത്തു വരുന്ന സമയം തൻ്റെ ഉത്സവം എന്ന കഥ സിനിമയാക്കണം എന്ന ആലോചന വന്നപ്പോൾ ഷെരീഫ് അതിൻ്റെ സംവിധാനം ഏൽപ്പിച്ചത് ചായങ്ങൾ കൊണ്ട് നിറങ്ങളുടെ ഉത്സവം തീർത്തിരുന്ന ആ കൂട്ടുകാരനെയാണ്. ഷെരീഫിൻ്റെ സുഹൃത്തായ രാമചന്ദ്രൻ മുരളി മൂവീസിൻ്റെ ബാനറിൽ നിർമ്മാണം ഏറ്റെടുത്തു. വിതരണം ചെയ്തതോ കലാനിലയം കൃഷ്ണൻ നായർ. ഒരു കഥാകാരൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥ സംവിധാന പരിചയമില്ലാത്ത ഒരു ചിത്രകാരനെ ഏൽപ്പിക്കുന്നു. അതൊരു വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് മലയാള സിനിമയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു കൂട്ടുകെട്ട് പിറന്നത്. ഉത്സവം മുതൽ 1988 അനുരാഗി വരെ 23 സിനിമകളിലാണ്
ഷെരീഫും ശശിയും പിന്നീട് ഒന്നിച്ചത്. ദാഹിക്കുന്ന ഒരു തുരുത്തിലേക്ക് പോകാം, അതായത് സിനിമയിലേക്ക് വരാം. ആ വെള്ളം വേഗം കൊണ്ടുപോവാ, എനിക്ക് എരുമയ്ക്ക് പിണ്ണാക്ക് കൊടുക്കണം. ആ പിന്നെ ഇവിടെ മനുഷ്യർ കുടിക്കാൻ വെള്ളമല്ല, പിന്നല്ലേ എരുമയ്ക്ക്. ഉത്സവത്തിൻ്റെ കഥാഭൂമിക ഒരു തുരുത്താണ്. ചുറ്റും വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. ആ വിരോധാഭാസം തന്നെയാണ് ഈ കഥയുടെ ആദ്യത്തെ കൗതുകം. കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്ന ഒരു നാട്. ആ കാത്തിരിപ്പിന് അറുതി വരുത്താൻ ഒരു ടാങ്ക് സ്ഥാപിക്കാനുള്ള പണികൾ അവിടെ തുടങ്ങുകയാണ്. ആ പണികൾക്കിടയിൽ ആ തുരുത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. വികസനം എന്നത് പുറത്തുനിന്ന് ഒരു നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ നാടിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഷെരീഫിൻ്റെ അന്വേഷണം. വാട്ടർ ടാങ്ക് എന്നത് വെറുമൊരു നിർമ്മാണ പ്രവൃത്തിയല്ല. അത് പുതിയ മനുഷ്യരെ കൊണ്ടുവരുന്നു, പുതിയ പണം കൊണ്ടുവരുന്നു, പുതിയ മോഹങ്ങൾ കൊണ്ടുവരുന്നു, പഴയ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു. ആ താളത്തിൻ്റെ നടുവിലാണ് കഥയിലെ ചെറുപ്പക്കാർ നിൽക്കുന്നത്. വാസു, KP ഉമ്മർ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഗോപി, രാഘവൻ അവതരിപ്പിക്കുന്നു. ബാബു, വിൻസെന്റ് അവതരിപ്പിക്കുന്നു. ഈ മൂന്ന് പുരുഷന്മാരും അവരുടെ ജീവിതങ്ങളിലേക്ക് ഇഴചേർന്ന് നിൽക്കുന്ന രണ്ട് സ്ത്രീകളും. റാണി ചന്ദ്ര അവതരിപ്പിച്ച ലീല. കൊള്ളാം, രാജകുമാരിക്ക് നേരം വെളുത്തോ. ശ്രീവിദ്യയുടെ സുമതി. പശുക്കുട്ടി എനിക്ക് വലിയ ഇഷ്ടമായി. ആഹാ, പശുക്കിടാവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, എന്നെ ഇഷ്ടമല്ലേ? ഇവർക്ക് ചുറ്റുമാണ് കഥ കറങ്ങുന്നത്. ഒപ്പം ശങ്കരാടിയും ജനാർദ്ദനനും, MG സോമനും സുകുമാരനും അടക്കമുള്ള ഒരു നിര. ഈ ചെറുപ്പക്കാരുടെ ബന്ധങ്ങളിലൂടെയാണ് സിനിമ അതിൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ സ്നേഹവും കാമവും ഇഷ്ടവും. ഇത് 1975 ഓർക്കണം. പ്രണയമെന്നാൽ പൂന്തോട്ടത്തിലെ പാട്ടും നാണം കുണുങ്ങലും മാത്രമായിരുന്ന ഒരു കാലത്ത്. സ്നേഹത്തിനും ശരീരത്തിനും ഇടയിലുള്ള ആ സങ്കീർണമായ ഇടനാഴിയിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്ന കഥയാണിത്. മോഹവും മോഹഭംഗവും, അടുപ്പവും അകൽച്ചയും, വാക്കുപാലിക്കലും വഞ്ചനയും, മനുഷ്യബന്ധങ്ങളുടെ ഈ ഇരുണ്ടതും തെളിഞ്ഞതുമായ മുഖങ്ങളെ ഒരേ ക്യാൻവാസിൽ വരച്ചിടുകയാണ് ഉത്സവം. ആ അല്ലെങ്കിൽ ഞാൻ പിടിക്കാം, പക്ഷേ എനിക്കിതിന്റെ സൂത്രം അറിഞ്ഞൂടാ. ഒരു ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കഥയുടെ ഘടനയാണ്. പുറത്ത് വെള്ളത്തിനായുള്ള നാടിൻ്റെ ദാഹം, സ്നേഹത്തിനായുള്ള മനുഷ്യരുടെ ദാഹം അകത്ത്. രണ്ടു ദാഹങ്ങൾ, രണ്ട് കാത്തിരിപ്പുകൾ. ഒരു ജലസംഭരണി നിറയുന്നത് പോലെ എളുപ്പമല്ല ഒരു മനസ്സ് നിറയുന്നത് എന്ന് ഈ സിനിമ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. ആലപ്പി ഷെരീഫ് എന്ന എഴുത്തുകാരനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു തീർക്കാനാവില്ല. ഷെരീഫിൻ്റെ കഴുത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായിരുന്നു. പുസ്തകത്തിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന് നേരിട്ട് പെറുക്കിയെടുത്ത മനുഷ്യർ. ചായക്കടകളിലും കള്ള് ഷാപ്പുകളിലും തെരുവുകളിലും അദ്ദേഹം കണ്ടുമുട്ടിയ, കേട്ടിട്ടുള്ള, നിരീക്ഷിച്ച സാധാരണക്കാർ. അവരുടെ ഭാഷ, അവരുടെ നോട്ടം, അവരുടെ ദൗർബല്യങ്ങൾ, അതെല്ലാം ഷെരീഫിൻ്റെ തൂലികയിൽ ജീവനോടെ ഇരുന്നു. പിൽക്കാലത്ത് അവളുടെ രാവുകളിലെ രാജി എന്ന കഥാപാത്രത്തെ അദ്ദേഹം എത്ര മിഴിവോടെ എഴുതിയെന്ന് നമുക്കറിയാം. ആ എഴുത്തിൻ്റെ ആദ്യ വിത്തുകൾ ഉത്സവത്തിൽ കാണാം. ഉത്സവത്തിൻ്റെ തിരക്കഥയിൽ ശ്രദ്ധേയമായ കാര്യം അത് ഒരൊറ്റ നായകനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നില്ല എന്നതാണ്. പല കഥാപാത്രങ്ങൾ, പല ഇഴകൾ, എല്ലാം ചേർന്ന് ഒരു നാടിൻ്റെ ചിത്രം. ഇന്ന് നമ്മൾ മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ എന്നും സമാന്തര കഥാതന്തുക്കൾ എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ആഖ്യാന രീതിയുടെ ആദ്യകാല മാതൃകകളിലൊന്ന്. പിന്നീട് IV ശശിയുടെ മുഖമുദ്രയെ മാറിയ ആ ബഹുതല ആഖ്യാനം. അനേകം കഥാപാത്രങ്ങളെ ഒരേ ചരടിൽ കോർത്തിണക്കുന്ന ആ വൈദഗ്ധ്യം, അതിൻ്റെ പരിശീലനക്കളരി ഈ സിനിമയായിരുന്നു എന്ന് പറയാം. ഇനി മറ്റൊരു കൗതുകമുണ്ട്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരാളുടെ സിനിമയാണോ ഇത് എന്ന് കണ്ടാൽ തോന്നുമോ? ഇല്ല എന്നതാണ് ഉത്തരം. അതാണ് ഉത്സവത്തിൻ്റെ അത്ഭുതം. ഓർക്കണം, 1975 മലയാള സിനിമ പ്രേം നസീറും മധുവും നിറഞ്ഞു നിന്ന കാലമാണ്.
നായകൻ എന്നാൽ ചില മുഖങ്ങൾ മാത്രം, കഥ എന്നാൽ ചില ചട്ടക്കൂടുകൾ മാത്രം. ആ സമയത്താണ് ഒരു പുതുമുഖ സംവിധായകൻ അതുവരെ വില്ലൻ വേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും തിളങ്ങി നിന്ന KP ഉമ്മറിനെ നായകനാക്കി ഒരു സിനിമ എടുക്കുന്നത്. അതൊരു ചെറിയ തീരുമാനമല്ല, നടപ്പുവഴികളോടുള്ള ആദ്യത്തെ കലഹമാണ്. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകല പഠിച്ച കലാസംവിധായകനായും ഛായാഗ്രഹണ സഹായിയായും അണിയറയിൽ വർഷങ്ങൾ ചെലവിട്ട ഒരാളാണ് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത്. ആ പരിശീലനത്തിൻ്റെ ഗുണം ഫ്രെയിമുകളിൽ കാണാം. ഒരു ചിത്രകാരൻ്റെ കണ്ണുകൊണ്ടാണ് ശശി ആ തുരുത്തിനെ നോക്കുന്നത്. ബിപിൻ ദാസിൻ്റെ ഛായാഗ്രഹണം ആ നോട്ടത്തിന് കൂട്ടുനിന്നു. പിന്നെ ശശിയുടെ കൈയടക്കം, അവതരണത്തിലെ വേഗത, ഇത് പിൽക്കാലത്ത് IV ശശി സിനിമകളുടെ മുഖമുദ്രയെ മാറിയ ഗുണങ്ങളാണ്. ഒരു രംഗവും അനാവശ്യമായി നീളുന്നില്ല, കഥ മുന്നോട്ട് തന്നെ നീങ്ങുന്നു. അക്കാലത്തെ പല സിനിമകളും കാണുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഇഴച്ചിൽ ഉത്സവത്തിനില്ല. അതുകൊണ്ടാണ് ഈ സിനിമ അന്നത്തെ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായത്. ഫലമെന്തായിരുന്നു? ഉത്സവം നിരൂപക പ്രശംസയും വാണിജ്യ വിജയവും ഒരേപോലെ നേടി. ആദ്യ ചിത്രം കൊണ്ട് തന്നെ രണ്ടും നേടുക എന്നത് അപൂർവമാണ്. അന്നും ഇന്നും മലയാള സിനിമയിലെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമായി ഉത്സവത്തെ കാലം അടയാളപ്പെടുത്തി എന്നതാണ് പിൻകാലത്ത് എഴുതപ്പെട്ടത്. ഇനി അഭിനേതാക്കളിലേക്ക്. ആദ്യം KP ഉമ്മർ. മലയാളികൾക്ക് ഉമ്മർ എന്നാൽ ഗാംഭീര്യമുള്ള ശബ്ദവും കത്തിജ്വലിക്കുന്ന നോട്ടവുമുള്ള വില്ലനാണ്. നാടകവേദിയിൽ അടിമുടി പകപ്പെട്ട ശരീരഭാഷ. ആ ഉമ്മറിനെ വാസു എന്ന കഥാപാത്രമായി നായകസ്ഥാനത്ത് നിർത്തിയപ്പോൾ പ്രേക്ഷകർ കണ്ടത് മറ്റൊരു ഉമ്മറിനെയാണ്. വില്ലൻ്റെ കണ്ണുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ഒരു നടൻ്റെ ആഴം ഈ സിനിമ പുറത്തെടുത്തു. ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ അടയാളപ്പെടുത്തിയ കള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അവസരമാണ്. ശശി ഉമ്മറിന് അത് നൽകി. പിന്നെ ശ്രീവിദ്യ. ഞാൻ നിങ്ങളുടെ ഭാര്യയാകണമല്ലേ? എന്നെ ചതിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ്. നിങ്ങളൊന്നും പറയണ്ട. സുമതി എന്ന കഥാപാത്രത്തിൽ 70കളിൽ ശ്രീവിദ്യ ചെയ്ത വേഷങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഗ്ലാമറിനപ്പുറം ആഴമുള്ള കഥാപാത്രങ്ങളെയാണ് അവർ തിരഞ്ഞെടുത്തത്. ചെണ്ടയിലും തീക്കനലിലും ഒക്കെ കണ്ട ആ തീവ്രത ഉത്സവത്തിലെ സുമതിയിലുമുണ്ട്. ശ്രീവിദ്യയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉത്സവം എന്നും എണ്ണപ്പെടുന്നു. കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ അറിയാവുന്ന നടിയായിരുന്നു ശ്രീവിദ്യ. വാക്കുകൾ തീരുന്നിടത്ത് അവരുടെ അഭിനയം തുടങ്ങും. റാണി ചന്ദ്ര ലീലയായി എത്തുന്നു. ആളുകൾ നിന്റെ കുഞ്ഞിനെ വെള്ളം ചേർക്കാത്ത പാല് കൊടുക്കാമല്ലോ. ഒഴിച്ച് തന്നാലെന്താ? പോത്ത് പോലെ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കുന്ന തമ്പുരാട്ടി. പോത്ത് ഞാനല്ല. ഓഹോ, എരുമ. തടിയെ നിർഭാഗ്യവശാൽ വളരെ ചെറിയൊരു ജീവിതം മാത്രം ലഭിച്ച ആ നടിയുടെ ഓർമ്മകളിൽ തിളക്കമുള്ള ഒരു വേഷമാണ് ഇത്. വിൻസെന്റ് ബാബുവായി. ഐ ഷോട്ട് ഇറ്റ്. മനസ്സിലായില്ലേ? ഞാൻ വെടിവെച്ചതാണ്. നല്ല ലക്ഷണമാണ്. ഞാൻ വന്നതല്ലേ ഉള്ളൂ. ആദ്യത്തെ ഉന്നം തന്നെ പിഴച്ചില്ല. പ്രണയവും നഗരത്തിൻ്റെ ചതിയും മാനസാന്തരവും വരച്ചിടുന്നു. രാഘവൻ ഗോപിയായി സിനിമയുടെ വൈകാരികതയായി നിറഞ്ഞു നിൽക്കുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ നീയുമായിട്ട് എന്താണ്? ഒന്നുമില്ല വാസു. കള്ളം പറയരുത്. ഒരു തെളിവ് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു വാസു. കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് അന്ന് കരിയറിൻ്റെ തുടക്കത്തിൽ നിന്നിരുന്ന രണ്ടുപേരെയാണ്, MG സോമനും സുകുമാരനും. പിന്നീട് മലയാള സിനിമയുടെ നെടുംതൂണുകളായി മാറിയ ഈ രണ്ട് നടന്മാരും ഈ ചിത്രത്തിൻ്റെ താരനിരയിലുണ്ട്. സോമൻ സിനിമയിലെ പ്രധാന വില്ലനാണ്. വെള്ളവും വായുവും ആരുടെയും സ്വന്തമല്ല. സുകുമാരനാകട്ടെ ചായക്കടക്കാരൻ നാണുവും. പഞ്ചായത്ത് പ്രസിഡന്റായി ജനാർദ്ദൻ എത്തുന്നു. ഒപ്പം ശങ്കരാടിയുടെ സാന്നിധ്യം. ഒന്ന് അനങ്ങി അങ്ങോട്ട് കളയടാ. ഇത് കഴിഞ്ഞേച്ച് വേണം വയലിലോട്ട് ഇറങ്ങാൻ. കളക്ടർ വരുന്ന സമയത്തല്ലേ ജോലിക്ക് വരുന്നത്.
ആ മുഖം സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഒരു നാട്ടിൻപുറം മുഴുവൻ ഒപ്പം വരും. അതൊരു പ്രത്യേക സിദ്ധിയാണ്. ചുരുക്കത്തിൽ താരങ്ങളെയല്ല, കഥാപാത്രങ്ങളെയാണ് ശശി ഈ സിനിമയിൽ അണിനിരത്തിയത്. ആ തെരഞ്ഞെടുപ്പ് തന്നെ അന്നത്തെ കാലത്ത് ഒരു പ്രസ്താവനയായിരുന്നു. ഛായാഗ്രഹണം വിപിൻ ദാസ് ആയിരുന്നു. മലയാളത്തിന് ആ ക്യാമറ കണ്ണുകളെ ചുമ്മാ കടന്നു പോകാനാവില്ലല്ലോ. എഡിറ്റിംഗ് കെ നാരായണൻ. ഉത്സവത്തിൻ്റെ സംഗീതം AT ഉമ്മറാണ്. വരികൾ പൂവച്ചൽ ഖാദറും. 4 പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. യേശുദാസും S ജാനകിയും ചേർന്ന് പാടിയ ആദ്യ സമാഗമ ലജ്ജയിൽ. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോ. കരിമ്പ് കൊണ്ടൊരു എന്ന് തുടങ്ങുന്ന ഗാനം. കരിമ്പ് കൊണ്ടൊരനയമ്പുമായൻ കരളിൻ കായലിൽ വന്നവനേ, കൊതുമ്പ് തോണിയിലെന്നെ ഇരുത്തി തുഴഞ്ഞു പോവുക നീ. യേശുദാസ് ജാനകി കൂട്ടുകെട്ടിൻ്റെ സ്വയംവരത്തിന് പന്തലൊരുക്കി. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം നീലാകാശം. ഏകാന്തതയുടെ കടവിൽ യേശുദാസ് പാടിയത്. ഏകാന്തതയുടെ കടവിൽ രാവിൻ നീലപ്പടവിൽ പ്രേമവതി ഞാൻ നിന്നെ കാത്തു. ഏകാന്തതയുടെ കടവിൽ. ഈ ഒരൊറ്റ ശീർഷകം മതി പൂവച്ചൽ ഖാദർ എന്ന കവിയുടെ ഭാവനയുടെ ആഴമറിയാൻ. ഏകാന്തതയ്ക്ക് ഒരു കടവുണ്ടെന്ന്. വെള്ളവും കടവും തുരുത്തു നിറഞ്ഞ ഈ കഥയ്ക്ക് ഇതിലും ചേർന്ന ഒരു ബിംബം വേറെയില്ല. കഥയുടെ ഭൂമിക തന്നെ പാട്ടിൻ്റെ ഭൂമികയാകുന്ന ആ ചാരുത. അതാണ് പഴയ പാട്ടുകളുടെ സൗന്ദര്യം. ഇനിയൊരു ചോദ്യം. 50 വർഷം കഴിഞ്ഞ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത്? ഉണ്ട് 3 കാര്യങ്ങൾ. 1. വെള്ളം. കുടിവെള്ളത്തിനായി ഒരു നാട് കാത്തിരിക്കുന്ന കഥ 1975 എഴുതിയതാണ്. 2026 ഇരുന്ന് കേൾക്കുമ്പോൾ അതിന് പഴക്കം തോന്നുന്നുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. കേരളത്തിലെ എത്രയോ തുരുത്തുകളിലും തീരദേശ ഗ്രാമങ്ങളിലും കുടിവെള്ളം ഇന്നും കിനാവാണ്. വികസനം വരുമ്പോൾ അതിൻ്റെ വിലയും വേദനയും ആര് ചുമക്കുന്നു എന്ന ചോദ്യം ഇന്നും നമ്മുടെ പൊതുജീവിതത്തിൻ്റെ നടുവിലുണ്ട്. 2. ബന്ധങ്ങളുടെ സത്യസന്ധമായ ചിത്രീകരണം. സ്നേഹം, കാമം, ഇഷ്ടം, ഈ 3ഉം 3ആണെന്നും ചിലപ്പോൾ ഒന്നാണെന്നും ചിലപ്പോൾ പരസ്പരം പോരടിക്കുന്നവയാണെന്നും തുറന്നു പറഞ്ഞ സിനിമയാണിത്. മനുഷ്യരെ വെള്ളപൂശി കാണിക്കാതെ അവരുടെ ദൗർബല്യങ്ങളോടെ അവതരിപ്പിക്കുന്ന ആ സത്യസന്ധത, അതാണ് പിന്നീട് ശശി ഷെരീഫ് കൂട്ടുകെട്ടിൻ്റെ മുഖമുദ്രയായി മാറിയത്. ചില കൂട്ടുകെട്ടുകൾ അങ്ങനെയാണ്. അവ സംഭവിക്കാൻ വേണ്ടി കാലം കാത്തിരിക്കും. ഒരു തുരുത്ത് വെള്ളത്തിനായി കാത്തിരുന്നത് പോലെ. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ സിനിമ നിങ്ങളെല്ലാം കാണണമെന്ന് യരലവ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പഴയ മലയാള സിനിമകളുടെ ഈ യാത്രയിൽ ഒപ്പം കൂടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉത്സവം കണ്ടിട്ടുള്ളവർ ആ ഓർമ്മകൾ കമൻറ്റിൽ പങ്കുവയ്ക്കണം. ആ ഓർമ്മകളാണ് ഈ പരമ്പരയുടെ യഥാർത്ഥ സമ്പാദ്യം. അടുത്ത ചിത്രവുമായി വീണ്ടും കാണാം. യരലവയിൽ ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.